ഓൺലൈൻ തട്ടിപ്പുകൾ, സൈബർ ആക്രമണങ്ങൾ, ബാങ്കിംഗ് തകരാറുകൾ എന്നിവ കൂടുതൽ സാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അടിയന്തര സാഹചര്യങ്ങളിൽ കുറച്ച് പണം വീട്ടിൽ സൂക്ഷിക്കാൻ വിദഗ്ധർ ഉപദേശിക്കുന്നു. പ്രോക്സികോപ്പൺ സിഇഒ ഫ്രെഡ് ഹാരിങ്ടൺ പറയുന്നതനുസരിച്ച്, നിലവിലെ സാഹചര്യത്തിൽ ബാങ്കുകളോ ഓൺലൈൻ സേവനങ്ങളോ പ്രവർത്തിക്കുന്നത് നിർത്തിയാൽ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അത്രയും പണം കൈവശം വയ്ക്കുന്നത് നന്നായിരിക്കുമെന്നാണ്. മിക്ക കുടുംബങ്ങൾക്കും 200 പൗണ്ട് മുതൽ 400 പൗണ്ട് വരെ കൈവശമുണ്ട് എങ്കിൽ അത് മതിയാകും. കൂടാതെ ഈ പണം നഷ്ടപ്പെടാതെ ഇരിക്കാനും ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് മോഷണം, തീപിടുത്തം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഇവയ്ക്കെതിരെ ജാഗ്രതയും പുലർത്തേണ്ടതാണ്. എന്നാൽ വീട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ അളവിൽ പണം സൂക്ഷിക്കുന്നത് നിയമപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വേണം പണം വീട്ടിൽ സൂക്ഷിക്കേണ്ടത് എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. യുകെയിൽ ഉഷ്ണതരംഗം ആരംഭിക്കുന്നതിനാൽ മിക്കയിടങ്ങളിലും ചൂട് സംബന്ധിച്ച ആരോഗ്യ മുന്നറിയിപ്പുകൾ പ്രാബല്യത്തിൽ വന്നു. ഇംഗ്ലണ്ടിൽ ഈസ്റ്റ് മിഡ്ലാൻഡ്സ്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, കിഴക്ക് ലണ്ടൻ എന്നിവിടങ്ങളിൽ ആംബർ അലേർട്ട് ബാധകമാണ്. വിവിധ ആരോഗ്യ സേവനങ്ങളെയും മുഴുവൻ ജനങ്ങളെയും ചൂട് ബാധിച്ചേക്കാമെന്ന് യുകെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി പറയുന്നു. യോർക്ക്ഷയറിലും ഹംബറിലും വെസ്റ്റ് മിഡ്ലാൻഡ്സിലും ഗൗരവം കുറഞ്ഞ യെല്ലോ അലേർട്ടുകൾ ബാധകമാണ്. ഗ്ലാസ്റ്റൺബറി ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് വാരാന്ത്യത്തിൽ താപനില 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുമെന്നും തിങ്കളാഴ്ച വിംബിൾഡൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്ന സമയത്ത് ചൂട് വർഷത്തിലെ പുതിയ ഉയരത്തിലെത്തുമെന്നും പ്രവചിക്കപ്പെടുന്നു. BBC വെതർ പ്രകാരം തിങ്കളാഴ്ച ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ ദിവസമായിരിക്കാം. അടുത്ത ആഴ്ച മധ്യത്തോടെ ബ്രിട്ടനിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ മഴ ലഭിക്കൂവെന്ന് പ്രതീക്ഷിക്കുന്നു. ഇംഗ്ലണ്ടിന്റെ വലിയ ഭാഗങ്ങൾ ഔദ്യോഗികമായ ഒരു ഉഷ്ണതരംഗത്തിലേക്ക് പ്രവേശിക്കും. ഈ ഉഷ്ണതരംഗങ്ങൾ 4 മുതൽ 6 ദിവസം വരെ നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. യുകെയിൽ നടുറോഡിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ചിരിക്കുന്ന കൊലയാളി എന്നറിയപ്പെടുന്ന ഹബീബുൾ മാസിനെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ഭാര്യ കുൽസുമ അക്തറിനെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. സ്നാപ്ചാറ്റിൽ നിന്ന് കുൽസുമയുടെ ലൊക്കേഷൻ മനസ്സിലാക്കിയ ശേഷമായിരുന്നു കൊലപാതകം. കഴിഞ്ഞ വർഷം ഏപ്രിൽ 6-നാണ് സംഭവം നടന്നത്. നടുറോഡിൽ വെച്ച് പ്രതി ഭാര്യയെ 25 തവണ കുത്തി. അതിനുശേഷം കഴുത്തറുത്ത് മരണം ഉറപ്പാക്കി. രക്ഷപ്പെടാനായി പ്രതി ബസ്സിൽ കയറുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. 5 മാസം മാത്രം പ്രായമുള്ള ഇവരുടെ കുഞ്ഞിനെ റോഡിൽ ഉപേക്ഷിച്ചാണ് പ്രതി രക്ഷപ്പെട്ടത്. ഭാര്യ മേക്കപ്പ് ധരിക്കുന്നതിനെ പ്രതി എതിർത്തിരുന്നു. ചായ കുടിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ഭാര്യയുടെ മൊബൈൽ ഫോൺ നിരന്തരമായി പരിശോധിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഭാര്യയെ കൊല്ലുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നതായും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ വെച്ച് വിവാഹിതരായ ഇരുവരും 2022-ലാണ് യുകെയിലെത്തിയത്. തുടർന്ന് വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി. 2023 നവംബറോടെ പ്രശ്നങ്ങൾ രൂക്ഷമായി. കിഴക്കൻ ബംഗ്ലാദേശിലെ സിൽഹെറ്റ് സ്വദേശിയായ ഹബീബുൾ മാസ് ബെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. ഇയാൾ യൂട്യൂബിൽ യാത്രകളുടെ വ്ലോഗുകളും യുകെയിലെ ജീവിതവും പങ്കുവച്ചിരുന്നു.